ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് കാരുണ്യവാനായ അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അനുഗ്രഹീതമായ റജബ് മാസം നമ്മോട് യാത്ര പറയുന്നു. പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിലേക്ക് വന്നു ചേരുന്നു. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അധ്വാന തലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാലയളവാണ് റജബ് ശഅബാൻ എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ അധ്വാനത്തിന്റെ പരിശീലനം റമദാനിൽ ഉപയോഗപ്പെടാനും ശാരീരികമായും മാനസികമായും ആത്മീയമായും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുമാണ് അതിന്റെ മുന്നേയുള്ള 2 പരിശീലന മാസങ്ങളെ ഇவ்விധത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. ആ മുഖങ്ങൾ ഒഴിവാക്കുന്നു. ശഅബാൻ മാസം നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശഅബാൻ 1 മുതൽക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 അമലുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശഅബാൻ എന്ന പദം 5 അക്ഷരമാണ്. 5 അക്ഷരം. ആ 5 അക്ഷരത്തിൽ അള്ളാഹുവിന്റെ 5 അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നതാണ് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ അക്ഷരമായ ശീന്, മിനശ്ശർഫ്, അള്ളാഹു തരുന്ന ഒരു ശ്രേഷ്ഠതയാണ് ആ ഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അക്ഷരമായ ഐന്, അള്ളാഹു തരുന്ന ഉന്നതിയാണ്. മൂന്നാമത്തെ അക്ഷരമായ ശഅബാൻ എന്ന പദത്തിലെ ബാ, അള്ളാഹുവിന്റെ ഗുണമാണ്. നാലാമത്തെ അക്ഷരമായ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫ്, ശഅബാൻ എന്നതിലെ ആ അലിഫ് റബ്ബ് തരുന്ന ഇണക്കം, ഉൽഫത്ത് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തെ അക്ഷരമായ ശഅബാൻ എന്ന പദത്തിലെ അവസാനത്തെ അക്ഷരം നൂന്, മിനന്നൂർ, റബ്ബിന്റെ പ്രകാശം. മഹാന്മാരായ അയിമ്മത്ത് പറയുന്നു, ഫഹാദിഹിൽ ഖംസ അൽ അതായ മിനല്ലാഹി തആല ലിൽ അബ്ദി ഫീ ഹാദാ ശഹർ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യങ്ങളാണ് ശഅബാൻ എന്ന പദത്തിലെ 5 അക്ഷരങ്ങൾ സൂചിപ്പിച്ച ആ 5 കാര്യങ്ങൾ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി തരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബ് ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശഅബാൻ എന്ന ആ പദം തന്നെ 5 അക്ഷരങ്ങൾ കൊണ്ട് 5 വലിയ നേട്ടങ്ങളാ സൂചിപ്പിക്കുന്നത്. മഹാന്മാര് പറയാ, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ശഹ്റുൻ തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത്. ശഅബാൻ 5 നേട്ടങ്ങളുമായ നമ്മുടെ മുന്നിലേക്ക് വരാം. ശഅബാൻ മാസത്തിൽ ധാരാളം ഖൈറുകൾ നമുക്ക് തുറക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഖൈറുകൾ, ദുആക്ക് ഇജാബത്ത് കൊണ്ടും ചെയ്യുന്ന ഇബാദത്തിന് ഖബൂലിയത്ത് കൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ടും റബ്ബിനോടുള്ള അടുപ്പം കൊണ്ടും എന്നല്ല ദുനിയവിയും ഉഖ്റവിയുമായ ഒരുപാട് ഖൈറുകൾ നേടാൻ ഖൈറിന്റെ ധാരാളം കവാടങ്ങൾ ശഅബാൻ മാസത്തിൽ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, തുനസ്സലു ഫീഹിൽ ബറകാത്ത്. ഒരുപാട് ബറക്കത്തുകൾ ശഅബാൻ മാസത്തിൽ നമുക്ക് കിട്ടും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാന ദുആ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന. ശഅബാൻ മാസത്തിൽ ബറക്കത്ത് ചോദിച്ചാൽ അല്ലാഹു ബറക്കത്ത് ഇരട്ടിയാക്കി തരും. വ തുനസ്സലു ഫീഹിൽ ബറകാത്ത്. ശഅബാൻ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ധാരാളം ബറക്കത്തുകൾ ഈ മാസത്തിൽ ചൊരിയപ്പെടുന്നു, ഇറക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, വ തുതറകു ഫീഹിൽ ഖതീആത്ത്. പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. ജനങ്ങൾ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നു. കുറെ ആളുകളൊക്കെ റമദാനോട് മുന്നോടിയായി ശഅബാൻ മാസത്തിൽ സൂക്ഷ്മതയുണ്ട്. ശഅബാന്റെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകതയാണ് പാപങ്ങൾ പൊറുക്കുന്നു എന്നുള്ളത്. അഞ്ചാമത്തെ പ്രത്യേകത, ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്.
വതുക്സറു ഫീഹി സ്വലവാതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ലോകത്ത് ധാരാളം സ്വലാത്തുകൾ ചൊല്ലപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് ഷഅബാൻ മാസം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഷഅബാൻ ശഹ്റു സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസവും കൂടിയാണ് ഷഅബാൻ മാസം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം എന്ന് തന്നെയാണ് ഷഅബാനിനെ കുറിച്ച് പറയാറുള്ളത്. ഷഅബാൻ എന്ന പദം ഈ മാസത്തിന് പേരായി നിശ്ചയിച്ചതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ധാരാളം ഖൈറുകൾ ഉത്ഭവിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ ഖൈറുകളുടെ പ്രഭവ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഷഅബാൻ എന്നത് ഈ മാസത്തിന് നാമമായി വന്നതാണ്. ശഅബ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഷഅബാൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. പർവ്വതങ്ങളുടെ മുകളിലേക്ക് ചെന്നു ചേരാനുള്ള കൈവരികൾ എന്നാണ് അതിനർത്ഥം. പർവ്വതം മുകളിൽ വെച്ചിരിക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന റമളാനിന്റെ വലിയ നേട്ടത്തിലേക്കുള്ള സഞ്ചാര പാതയാണ് ഷഅബാൻ എന്നതാണ് ഷഅബാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലിയുടെ മുകാശഫ ഇത് കൃത്യമായി ഉദ്ധരിക്കുന്നതായി കാണാം. മാത്രമല്ല മഹാന്മാർ പിന്നെയും പറയുന്നുണ്ട്, ശിഖിരം എന്ന അർത്ഥത്തിൽ ഷുഅബ്, ഷഅബാൻ, ശുഅബ് എന്നൊക്കെ പ്രയോഗിച്ച് ഒരു മരത്തിന്റെ കാണ്ഡത്തിന്റെ 4 ഭാഗത്തേക്ക് ചിതറി നിൽക്കുന്ന, വിരിഞ്ഞു നിൽക്കുന്ന ശിഖരം എന്ന അർത്ഥത്തിൽ ഇന്നമാ സുമിയ ഷഅബാൻ ലിഅന്നഹു യൻശഅബു ലിറമളാൻ, റമളാന്റെ ശിഖരം എന്ന അർത്ഥത്തിലും ഷഅബാൻ എന്ന പേര് ഈ മാസത്തിന് വെക്കപ്പെട്ടു. അപ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും അതിന്റെ ആദ്യ പടി എന്നോണം ഷഅബാനിൽ നമുക്ക് നന്മകൾ ചെയ്യാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് ബിൻ റസബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, റമളാനിന്റെ ആമുഖം എന്നാണ്. ഷഅബാൻ മാസം നമ്മളിലേക്ക് വന്നാൽ റമളാനിന്റെ ആമുഖമാണിത്, റമളാന്റെ തുടക്കാണ് എന്ന് തന്നെ കരുതണമെന്നാണ്. വലമ്മാ കാന ഷഅബാനു കൽ മുഖദ്ദിമത്തി ലി റമളാൻ, റമളാന്റെ മുഖദ്ദിമ പോലെ, ആമുഖം പോലെ ഷഅബാൻ മാസത്തെ പരിഗണിക്കപ്പെടുന്നിടത്ത് ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമളാൻ, റമളാനിൽ മതപരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ആത്മീയ ഒരുക്കങ്ങൾ മുഴുവനും ഷഅബാൻ മാസത്തിൽ നടത്താവുന്നതാണ്. റമളാന്റെ നമ്മളെ പ്രധാന ഒരുക്കം അല്ലെങ്കിൽ റമളാനിലേക്കുള്ള ഒരുക്കം നേരത്തെ തന്നെ അരി പൊടിപ്പിച്ചു വെക്കും എന്നുള്ളതാണ്, അല്ലെ? അല്ലെങ്കിൽ മല്ലിമുളകൊക്കെ പൊടിപ്പിച്ചു വെക്കും. അതാണ് നമ്മുടെ നേരത്തെ ഉള്ള റമളാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്നുള്ളത്. ആ ഒരുക്കമല്ല ഈ പറഞ്ഞത്. ഷഅബാനും റമളാനും ഒക്കെ നമ്മുടെ മുന്നിൽ ഏകദേശം സമാനതകൾ പുലർത്താണ് നമ്മുടെ അമലിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് റമളാനിൽ സാധാരണ ചെയ്യാറുള്ള മിനസ്സിയാം, നോമ്പുകൾ ഷഅബാനിലുമാവാം. വഖിറാഅത്തുൽ ഖുർആൻ, റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യലുണ്ട്, അത് ഷഅബാനിലാവാം. എന്തിനാണ് ഷഅബാൻ മുതൽക്ക് തുടങ്ങണമെന്ന് പറയാൻ കാരണം, ലിയഹ്സുലത് തഅഖുബു, റമളാനിലേക്കുള്ള തയ്യാറെടുപ്പ് നേരത്തെ ലഭ്യമാകാൻ വേണ്ടി. ലിതലഖി റമളാൻ, റമളാനെ കണ്ടുമുട്ടുമ്പോൾ എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ, റമളാൻ എളുപ്പമാവണമെങ്കിൽ ഷഅബാനിൽ ചെയ്യണം. മാത്രമല്ല അല്ലാഹുവിന് വഴിപ്പെടാൻ നമ്മുടെ ശരീരത്തിന് ഒരു പരിചയക്കുറവ് പോലെ അല്ലെങ്കിൽ ഒരു പരിശീലനക്കുറവ് പോലെ അത് പരിഹരിക്കപ്പെടുന്നതും ഷഅബാനിലെ അധ്വാനം കൊണ്ടാണ് എന്ന് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. ലതായിഫുൽ മആരിഫിൽ ഈ ഇബാറത്ത് നമുക്ക് കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചോടത്തേക്ക് വീണ്ടും വരുന്നു. പരിശുദ്ധമായ ഷഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 അമലുകൾ ഉണ്ട്. വേണ്ട വിധം ആ 6 അമല് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ ഇനി ഇതിനപ്പുറം വേറൊന്നും വേണ്ട എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം വരെ നേടാൻ പറ്റുന്ന 6 അമലുകൾ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ ഉണ്ട്. ഒന്നാമത്തെ അമല് ഖുർആൻ പാരായണം തന്നെയാണ്. രണ്ടാമത്തെ അമല് ഹബീബിന്റെ സുന്നത്തുകളും സ്വലാത്തുകളുമാണ്. മൂന്നാമത്തെ അമല് സകാത്ത് കൊടുക്കുക എന്ന വിഷയത്തിലുള്ള ഒരു കരുതലും അത് നേരത്തെ കൊടുത്ത് ആ വിഷയത്തിൽ തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. നാലാമത്തെ അമല് ഷഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പ് എടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ അമല് ഒരു തൗബക്ക് വേണ്ടി എങ്ങനെയൊക്കെ തയ്യാറായി നിൽക്കുന്നുവോ
ആ രീതിയിലുള്ള ഒരു ഒരുക്കമായി ഹക്കിടപാടുകളൊക്കെ വീട്ടി പരസ്പരം പൊരുത്തപ്പെടിക്കുക എന്നുള്ള അമലാണ്. ആറാമത്തെ അമല് പരമാവധി ശഅബാൻ മാസത്തിൽ ഉളൂഓടുകൂടെ തന്നെ പകലും രാവും ഒക്കെ കൊണ്ടു നടക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. അപ്പോൾ ശഅബാൻ മാസത്തിലെ പ്രധാനപ്പെട്ട 6 അമലുകളിൽ ഒന്നാമത്തെ അമല് ഖുർആൻ പാരായണമാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നദറു ഇലാ ഹിലാലി ശഅബാന ഉകിബ്ബു അലൽ മസാഹിഫി യഖറഊനഹാ. ശഅബാൻ മാസത്തിന്റെ നിലാവ് കണ്ടു എന്നറിഞ്ഞ സ്വഹാബികളുടെ മുഖം മുസഹഫിലായിരുന്നുവത്രേ. അവർ വിളിച്ച വിളികൾക്കില്ല, അവർ മുസഹഫില. അത്രത്തോളം അവർ ഖുർആൻ പാരായണം തന്നെയായിരുന്നു. ശഅബാൻ മാസത്തിലെ ഖുർആൻ പാരായണത്തിന് വലിയ പ്രത്യേകതയാണ്. സൂറത്തുൽ വാഖിഅ ഒരു വട്ടം പാരായണം ചെയ്യൽ നമുക്ക് പതിവാം. ശഅബാൻ മാസത്തെ പരിഗണിച്ചുകൊണ്ടത് ഒന്നിലധികം ആവാവുന്നതാണ്. സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം പാരായണം ചെയ്യൽ നമുക്ക് പതിവാം. ശഅബാൻ മാസത്തെ പരിഗണിച്ചുകൊണ്ടത് ഒന്നിലധികം ആവാവുന്നതാണ്. എത്ര കണ്ട് ഖുർആൻ ഓതാവുന്നുവോ അത്രയും ഖുർആൻ ഓതാൻ പറ്റിയ മാസം. കാണാമല്ലോ മഹാനായ ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സ്വഭാവം ഇദാ ദഖല ശഅബാൻ ഖാലാ ഹാദാ ശഹ്റുൽ ഖുറാ. ഹബീബ് ഇബ്നു അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ കാണുന്നവരോടൊക്കെ ശഅബാൻ മാസമാണെങ്കിൽ പറയും, എടോ ഇത് ഖുർആൻ പാരായണത്തിന്റെ മാസമാ, ഇത് ഖുർആൻ പാരായണത്തിന്റെ മാസമാ. ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമായിരുന്നു. എന്ന് മാത്രമല്ല മഹാനവറുകൾ ധാരാളം ഖുർആൻ ഓതുകയും ചെയ്യും. ശഅബാൻ മാസം മഹാനായ അംർ ഇബ്നു ഖൈസ് അൽ മലാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ മഹാനവറുകൾ അഗ്ലഖ ഹാനൂതഹു, അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായ ഒരു ചെറിയ പീടികയുണ്ട്, അതങ്ങ് അടച്ചിടും. എന്നിട്ടോ മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും മഹാനവറുകൾ ഒഴിവാകും. എന്തിനാണെന്നറിയുമോ? ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾ ശഅബാൻ മാസത്തിൽ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. അത്രത്തോളം മഹാന്മാർ സ്വഹാബികൾ ശഅബാൻ മാസത്തെ ഖുർആൻ പാരായണമെന്ന 6 അമലുകളിൽ ഒന്നാമത്തെ അമലായ ഖുർആൻ പാരായണമെന്ന അമലിന് വേണ്ടി തയ്യാറായിരുന്നു. ഖുർആൻ പാരായണം ശഅബാൻ മാസത്തിൽ നടത്തുന്നതിന്റെ കൂടുതൽ ശ്രേഷ്ഠതകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് പറയാൻ. തൽക്കാലം അത് അവിടെ നിർത്തുന്നു. ശഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കർമ്മം, രണ്ടാമത്തെ അമല് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ എത്ര കണ്ട് ചൊല്ലാവോ അത്രയും ചൊല്ലാം. കാരണം ഇത് ഹബീബിന്റെ മാസമാണ്, ഹബീബായ നബിയുടെ മാസമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസം അവിടുത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. റജബ് അള്ളാന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ സമുദായത്തിന്റെ മാസമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ ധാരാളം മുഹദ്ദിസീങ്ങൾ അയിമ്മത്ത് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ മാസമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ അവിടത്തോട് ചേർത്ത് വെച്ച മാസമേ പരിശുദ്ധമായ ശഅബാൻ. എന്ന് മാത്രമല്ല, ശഅബാൻ മാസം വരുമ്പോൾ സന്തോഷം കൊണ്ട് റസൂലുള്ളാഹി നോമ്പെടുക്കുമായിരുന്നു. കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യസൂമ ശഅബാൻ. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ശഅബാനിൽ നോമ്പെടുക്കലായിരുന്നു. ശഅബാൻ മാസത്തോടുള്ള ഒരു സന്തോഷമായിരുന്നു. ഹബീബിന്റെ സുന്നത്തുകളെ ഇത്തിബാ ചെയ്യാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുമുള്ള മാസം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയണം നമ്മൾ. അവിടുത്തോട് നമുക്കൊരു ബന്ധമുണ്ടാവണം. അതിനുവേണ്ടി ശഅബാൻ മാസത്തെ നമുക്ക് തെരഞ്ഞെടുക്കണം. ഹബീബിനോട് അടുക്കാൻ
ഹബീബായ നബിയോട് അടുക്കാൻ ഏറ്റവും നല്ല ഒരു സന്ദർഭവും കൂടിയാണ് ഷഅബാൻ മാസം എന്നുള്ളത്. ഹബീബിന്റെ മാസം എന്നാണ് ഇതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹിനെ നമുക്ക് അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരാണ് ആ മഹാൻ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. ഒരു മേൽവിലാസത്തിലൂടെ അവിടത്തെ തിരിച്ചറിഞ്ഞു നമ്മൾ. മക്കയിലെ ജനനം, നുബുവത്തിന്റെ നിയോഗം, പരിശുദ്ധ പ്രവാചക പദവി, ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകൻ, അടിമവംശജരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്ത സാമൂഹിക നായകൻ, പെൺമക്കൾ കുഴിച്ചുമൂടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ജീവന്റെ വിലയും ജീവിതത്തിന്റെ വിലയും മനുഷ്യരെ പഠിപ്പിച്ച നവോത്ഥാന നായകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞതാ നമ്മൾ. പക്ഷേ അറിഞ്ഞവരായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ പ്രമുഖർ മുഴുവനും. അബൂലഹബ് റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ട്, അബൂജഹൽ അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവർ വിളിച്ചത് അൽ അമീൻ എന്നാണ്. അവരറിഞ്ഞ പോലെ പോലും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ തിരിച്ചറിവ് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് ആരാണെന്നുള്ള തിരിച്ചറിവ് കാണാം. സൂറത്തുൽ മസദിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. പകലും രാവുമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് ഹബീബായ നബി തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ചില മാന്യന്മാരുടെ മാന്യത അവർക്ക് റസൂലുള്ളാഹിയോട് നല്ല ഒരു മറുപടി പറയാൻ തടസ്സമാണെന്ന് തോന്നിയപ്പോൾ മഹാനായ നൂഹ് നബി ആവിഷ്കരിച്ച പ്രബോധനത്തിന്റെ തന്ത്രമെന്നോണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ചെന്നുകൊണ്ട് പ്രമുഖരും പ്രധാനികളുമായ തമ്പുരാക്കന്മാരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഫലമ്മാ ജന്നല്ലൈലു ദഹബ ഇലാ ദാരിഹി, അബൂലഹബിന്റെ വീട്ടിലേക്കും റസൂലുള്ളാഹി പോയി. മുസ്തന്നം ബിസുന്നത്തി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അങ്ങനെയായിരുന്നു. സമൂഹത്തിലെ പ്രമുഖരും പ്രധാനികളും ദീനിലേക്ക് വരാനായി അവരോടുള്ള ക്ഷണം നടത്തുന്നത് രാത്രിയിലായിരുന്നു. ഹബീബ് അങ്ങനെ അബൂലഹബിന്റെ വീട്ടിലേക്ക് പോയി. ലിയദുഉഹു ലൈലാ കമാ ദഅാഹു നഹാറാ, പകല് വിളിച്ചിട്ട് മൂത്താപ്പ ദീനിലേക്ക് വന്നില്ല. മഹാനായ ഹബീബിന്റെ മൂത്താപ്പയായ അബൂലഹബിനെ രാത്രിയിൽ ഒന്ന് പോയി ക്ഷണിച്ചു. ഫലമ്മാ ദഖല അലൈഹി, അല്ലാഹുവിന്റെ ഹബീബ് അബൂലഹബിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ചോദിച്ചു അബൂലഹബ്, ജിത്തനി മുഅ്തദിറാ, പലരും ഇവിടെ വന്നു പോവാറുണ്ട് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആവശ്യങ്ങൾ പറയാൻ, സങ്കടങ്ങൾ പറയാൻ, ഇല്ലായ്മ പറയാൻ പലരും വന്നു പോകുന്ന പോലെ തന്നെയാണോ നീയും വന്നത്? അള്ളാന്റെ ഹബീബ് അവിടെ ഇരുന്നു. ഒരു ആവശ്യക്കാരൻ വന്നിരിക്കുന്ന പോലെ ഫജലസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അമാമഹു കൽ മുഹ്താജ്, ഒരു ആവശ്യം പറയാൻ വന്ന ആളെ പോലെ അബൂലഹബിന്റെ കൊട്ടാരത്തിന്റെ മുൻവശത്തെ ഇരിപ്പിടത്തിൽ റസൂലുള്ളാഹി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ആവശ്യം അങ്ങ് ഇസ്ലാമിൽ വരലാണ്. വഖാല ഇൻ കാന യംനുഅകൽ ആർ ഫഅജ്ബിനി ഫീ ഹാദൽ വഖത്, അതുകൊണ്ട് പ്രിയമുള്ള മൂത്താപ്പ, നാണക്കേട് കൊണ്ടാണ് പകൽ അങ്ങ് എന്നോട് ഉത്തരം പറയാത്തത് എങ്കിൽ ഈ രാത്രിയെ തെരഞ്ഞെടുക്കണേ. ആരും കേൾക്കുന്നില്ലല്ലോ, അങ്ങ് പറഞ്ഞാൽ ഞാനല്ലേ കേൾക്കാനുള്ളൂ. അങ്ങ് പറഞ്ഞാലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് പറഞ്ഞാലും മൂത്താപ്പ നമുക്കിടയിൽ മറ്റ് മറകളില്ലല്ലോ. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ അബൂലഹബിന്റെ 2 കരങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു അധ്യായം തന്നെ അവതരിച്ചത് ഏതൊരു നിർഗുണനായ മനുഷ്യന്റെ കാര്യത്തിലോ ആ മനുഷ്യന്റെ മുന്നിലാണ് റസൂലുള്ളാഹി ഇരിക്കുന്നത്. ഫഖാല ലാ ഉഅ്മിനു ബിക ഹത്താ യുഅ്മിന ബിക ഹാദൽ ജദിയു, റസൂലുള്ളാഹിയോട് അബൂലഹബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ ആ കാണുന്ന ആട്ടിൻകുട്ടി നിന്നെ കൊണ്ട് വിശ്വസിച്ചാൽ അപ്പോഴാ ഞാൻ വിശ്വസിക്കൂ. ആ ആട് വിശ്വസിക്കാണെങ്കിൽ ഞാനും വിശ്വസിക്കാം. അബൂലഹബിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. ആ ആട്ടിൻകുട്ടി
താങ്കൾ പ്രവാചകനാണെന്ന് വിശ്വസിച്ചാൽ, റസൂലാണെന്ന് വിശ്വസിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിശ്വസിക്കാം. ഒരു കാരണാ പറഞ്ഞത്. പകല് നാണക്കേടുകൊണ്ടാണെങ്കിൽ രാത്രി ഉത്തരം ചെയ്യൂ, ഞാൻ മാത്രല്ലേ കേൾക്കൂ, ഒന്ന് കലിമ ചൊല്ലൂ, രാത്രി തടസ്സം ഒന്നുമില്ലല്ലോ പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ മുസ്ലിം ആകാൻ എനിക്കിപ്പോൾ ഉള്ള ഒറ്റ പ്രശ്നം, ആ കിടക്കുന്ന ആട് സംസാരിക്കണം. ആട് സംസാരിച്ചിട്ട് ആട് പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് പറയാണെങ്കിൽ ഞാനും പറയാം, എന്റെ തടസ്സാതേ ഉള്ളൂ. ആട് കലിമ ചൊല്ലി മുസ്ലിം ആയാൽ ആ ആട്ടിൻകുട്ടിയുടെ കൂടെ ഞാനും മുസ്ലിം ആവാം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണ്? മൻ അനാ, ആട്ടിൻകുട്ടിയെ ഞാൻ ആരാണ്? ഫഖാല, ആട്ടിൻകുട്ടി അങ്ങ് പറയാൻ തുടങ്ങി, റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂല, വഅത്ലഖ ലിസാനഹു യുസ്നി അലൈഹി, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ട് മിണ്ടാ പ്രാണി അങ്ങ് പറയാൻ തുടങ്ങി. എന്റെ വക പറഞ്ഞതല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ മസദ് അവതരിക്കാനുള്ള 10-20 കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണമാണ് ഇത്. ഇത് കേട്ടിട്ടോ അബൂലഹബിന്റെ രക്തം അങ്ങ് തിളക്കാൻ തുടങ്ങി. നാണക്കേടോ അസൂയയോ അബൂലഹബിനെ ഒരു അക്രമയാക്കി. അബൂലഹബ് ആ മിണ്ടാപ്രാണിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് കടലാസ് കീറുന്ന പോലെ ആ ആട്ടിൻകുട്ടിയുടെ 2 കൈയിനെ പിടിച്ചങ്ങ് ദൃഢമായ ശരീരത്തിന്റെ സർവ്വ ആരോഗ്യം കൊണ്ടും അസൂയ മൂത്ത, കുശുമ്പ് മൂത്ത, അരിശം പൂണ്ട അബൂലഹബിന്റെ മനോഭാവത്തിൽ പിച്ചിച്ചീന്തി 2 കൈ കൊണ്ട് കടലാസ് കീറുന്ന പോലെ ആട്ടിൻകുട്ടിയെ 2 പിളർപ്പാക്കി. ഒന്നേ കാരണമുള്ളൂ, ഹബീബിനോട് വർത്തമാനം പറഞ്ഞു, ഹബീബിന്റെ റിസാലത്ത് അംഗീകരിച്ചു. ഈ 2 കൈ ആട്ടിൻകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് കീറിയ ആ 2 കൈ നശിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഫനസലൽ അമീനു മലക് ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല തബ്ബത് യദാ അബീ ലഹബ് വതബ്, അബൂലഹബിന്റെ 2 കൈ നശിച്ചു പോവട്ടെ. പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹിനെ അറിയാമായിരുന്നു, താൽക്കാലികമുള്ള മേൽവിലാസങ്ങളിൽ അറിയാമായിരുന്നു, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിവിന്റെ മാസം ശഅബാൻ, ഹബീബിനോടുള്ള തിരിച്ചറിവിന്റെ മാസം ശഅബാൻ. ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു വട്ടം അല്ലാഹ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സ്, ഒരു വട്ടം അല്ലാഹ് എന്ന് പറയുന്ന നമ്മൾ, നമ്മുടെ മനസ്സറിഞ്ഞങ്ങ് പറയാൻ കഴിയും, എന്ത് മതി, റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞവരായിരിക്കണം നമ്മൾ. നമ്മുടെ മനസ്സുകൊണ്ട് തിരിച്ചറിയണേ. മക്കം ഫതഹ് കഴിഞ്ഞു. മക്കം ഫതഹിന് ശേഷം റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരു സ്വഹാബി തീരുമാനിച്ചു. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പേര് ഫുലാല എന്നാണ്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ കില്ലയുടെ അകത്ത് ആ സ്വഹാബി പോയി ഇടം പിടിച്ചു ഒളിച്ചിരുന്നു. എന്നിട്ടോ ഫഖ്തഫാ ബി അസ്താരിൽ കഅബ, കഅബയുടെ കില്ലയുടെ അകത്ത് മഹാനായ ഫുലാല എന്ന സ്വഹാബി അഭയം പ്രാപിച്ചു. എന്തിനാണ്? ഹബീബിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാന അസദ്ദു അദാവത്തൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോട് ശക്തമായ വെറുപ്പുള്ള ആളായിരുന്നു ഫുലാല. രാത്രി വന്നുകൂടിയതാ, രാവിന്റെ തുടക്കത്തിൽ തന്നെ മഗ്രിബിന്റെ നേരത്ത് വന്നുകൂടിയതാ. രാത്രി വൈകിയ റസൂലുള്ളാഹി തവാഫിന് വരാ, ആരുമില്ലാത്ത സമയം നോക്കി ഹബീബ് തവാഫ് ചെയ്യാൻ തീരുമാനിച്ചു. പതിവായി അങ്ങനെ പാതിരാക്ക് തവാഫുള്ളതാണ് ഹബീബിന്. അന്ന് വന്നു. ആരാണ് രാത്രിയിൽ ആരുമില്ലാതെ ഒറ്റക്ക് തവാഫിന് വരുന്നത്? മക്കയുടെ വരദാനമേ സയ്യിദേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാജാവിന്റെ പ്രൗഢിയാണ്. എന്നാൽ ആ രാജാവിന് പരിവാരങ്ങളില്ല, പട്ടാളക്കാരില്ല. പാതിരാവിന്റെ നിശബ്ദതയിൽ പരിശുദ്ധ കഅബയുടെ ചുറ്റും തവാഫാണ്. ഒരു യുദ്ധത്തിൽ ഏതായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഹബീബിനെ. ഫുലാലയുടെ മനസ്സിലുള്ള കോപം, അയാൾ കഅബയുടെ കില്ലയുടെ അകത്ത് ഊരിപ്പിടിച്ച കടാരയുമായി കാത്തിരുന്നു. തവാഫിന്റെ 7 ചുറ്റിലും
ഓരോ ചുറ്റിലും തന്റെ മുന്നിൽ വരുമ്പോൾ അവസരത്തിന് വേണ്ടി അയാൾ ഉന്നം പിടിച്ചിരുന്നു. 6 അവസരം 6 ചുറ്റലിലും അയാൾക്ക് നഷ്ടപ്പെട്ടു. 7ാമത്തെ ചുറ്റിലിൽ കയ്യിൽ അയാൾ ആയുധം മുറുകെ പിടിച്ചു. ഈ 7ാമത്തെ ചുറ്റ് കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല. കഅബ ശരീഫിന്റെ മുറ്റത്തെ പരാപര വെളിച്ചത്തിൽ അയാൾ ശ്വാസം അടക്കി പിടിച്ചു. ഹബീബിന്റെ മുന്നിലെത്തിയപ്പോ ഹബീബ് മുന്നിലെത്തിയപ്പോ ആ പൂവദനത്തിലേക്ക് ഫുലാല ഒന്ന് നോക്കിയപ്പോ റസൂലുള്ളാഹിയുടെ മുഖത്തിന്റെ വെളിച്ചം ഫുലാലയുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക വിരോധം അങ്ങ് ഒഴുകിപ്പോയി, ഒലിച്ചുപോയി. കൈവിറച്ചു. ഫുലാലയുടെ കയ്യിലെ കടാര താഴെ വീണു. നിശബ്ദമായ ആ പാതിരാവിന്റെ ഇരുട്ടിൽ ആയുധം താഴെ വീഴുന്ന ശബ്ദം കേട്ട് തവാഫ് പൂർത്തിയാക്കിയ നബി തങ്ങൾ ചെന്നപ്പോ പിടഞ്ഞു വീണ് കിടക്ക ഫുലാല. പേടിച്ചരണ്ട് വിറച്ചുപോയി, കുഴഞ്ഞുപോയി. അവിടുന്ന് ചെന്നു ഫുലാലയുടെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഫുലാലയുടെ മുഖത്ത് നോക്കി അള്ളാന്റെ ഹബീബിന്റെ മനോഹരമായ പുഞ്ചിരി. ഫുലാല വേഗം പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ. ആയുധവുമായി ആ സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ നീ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സഹാബി കണ്ടാൽ നിന്നെ തീർത്ത് കളയും ഫുലാല. നീ വേഗം പൊയ്ക്കോളൂ, രക്ഷപ്പെട്ടോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഫുലാല പറഞ്ഞു, ഞാൻ പോവില്ല നബിയേ, ഞാൻ പോവില്ല നബിയേ. ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നത് അങ്ങയെ കൊല്ലാനാണ് എങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങയുടെ മുന്നിൽ നിന്നും പോകുന്നത് അങ്ങയുടെ ഒരു പട്ടാളക്കാരനായി, അങ്ങക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഒരു കാവൽക്കാരനായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങയുടെ കൂടെയാണ്. റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തിരിച്ചറിവ് ഷഅബാൻ മാസത്തിൽ ഉണ്ടാവും എന്ന് മഹാന്മാർ പഠിപ്പിക്കാം. ഇത് ഹബീബിന്റെ മാസ, സ്വലാത്തിന്റെ മാസ, സുന്നത്തിന്റെ മാസ. ഫുലാല എഴുന്നേറ്റ് പോയി. പോകുമ്പോ ഫുലാല സ്ഥിരമായി വ്യഭിചരിക്കുന്ന ആളായിരുന്നു. അന്ന് അതിനു വേണ്ടി ഫുലാല ഇത്രയും നേരം കഅബയുടെ അകത്ത്, കില്ലയുടെ അകത്ത് ഒളിച്ചിരുന്നപ്പോ സാധാരണ പോകുന്ന ആ സമയവും വിട്ട് വൈകിയപ്പോ വ്യഭിചാരിണിയായ തന്റെ കാമുകി നോക്കിയിരിക്കായിരുന്നു. കാണാതെ വന്നപ്പോ ഇറങ്ങി നടന്നു. എവിടെയാന്നോർത്ത് നേരം വൈകി ഇത്രയായിട്ട് കണ്ടില്ലല്ലോ. അപ്പൊ ഫുലാല ഓടാ. ഫുലാല പറഞ്ഞു, പെണ്ണെ നിനക്കൊന്നും നന്നായി കൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞ മനസ്സിന്റെ ഉടമയായ ഫുലാല ആ പെണ്ണിനോട് നിനക്കൊന്ന് നന്നായി കൂടെ എന്ന് ചോദിച്ച ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ ആ ചോദ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവൾക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാ. ഹബീബിനെ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമുള്ളത്? ഏത് അമലാ നമ്മളെ രക്ഷപ്പെടുത്താം? ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തും സുന്നത്തും. ഏറ്റവും വലിയ സുന്നത്ത് എന്താ? ഏറ്റവും വലിയ സുന്നത്ത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ വേണ്ടിയാണല്ലോ ഷഅബാനിലെ നമ്മൾ തയ്യാറെടുപ്പ്. ഈ തയ്യാറെടുപ്പിൽ ഒരു വലിയ സുന്നത്തുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ പറഞ്ഞല്ലോ, യാ ബുനയ്യ ഇൻ ഖദറത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഖശ്ശുൻ ലി അഹദിൻ ഫഫഅൽ വദാലിക മിൻ സുന്നതി. ഒരാളോട് വെറുപ്പില്ലാത്ത, എല്ലാവരോടും പൊരുത്തമുള്ള ഒരു മനസ്സായിട്ട് ജീവിക്കാം. അതാ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പുണ്യനബി. വദാലിക മിൻ സുന്നതി, അത് തന്നെയാ എന്റെ സുന്നത്ത്, അതെന്റെ സുന്നത്തിലെ പ്രമുഖമായ സുന്നത്ത്. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സ്, ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സ്. സീറത്തു സ്വഹാബത്തിൽ കാമില എന്ന കിതാബിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവറുകൾ നടന്നു പോവാം, കുറെ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ മഹാനവറുകൾ കണ്ട ഒരു വിചിത്രമായ ഒരു കാഴ്ച അത്ഭുതപ്പെടുത്തി. എല്ലാരും കൂടിയിട്ട് ഒരാളെ തല്ലിക്കൊല്ല. ഒരാളങ്ങനെ തല്ലുന്നു, വല്ലാതെ ഉപദ്രവിക്കുന്നു, ചീത്ത പറയുന്നു, തെറി പറയുന്നു. അയാൾ അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാദാ ഫഅല? എല്ലാരും കൂടിയിട്ട് അവനിട്ട് അടിക്കാൻ, അവനെ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാരും പറഞ്ഞു, ഇവൻ ഭയങ്കര തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാർ എല്ലാരും കൂടിയിട്ട് അവനിട്ട് തല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പോ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അറഅയ്തും ലൗ വജത്തുമൂഹു ഫീ ബിഇരിൻ? ഈ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവൻ കാലുവഴുതി ഒരു കിണറ്റിൽ വീണാൽ അകുന്തും
തസ്തഖ്രിജൂനഹു മിൻഹാ, കിണറ്റിൽ വീണ അപകടത്തിൽപ്പെട്ടവനെ അത് ഇയാളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ കിണറ്റിലാണ് വീണതെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഖാലു നഅം നസ്തഖ്രിജുഹു മിൻഹാ, കിണറ്റിലാണ് ഇവൻ വീണതെങ്കിൽ രക്ഷപ്പെടുത്തും, പക്ഷേ അവനിപ്പോ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തല്ലുന്നത്. അപ്പൊ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറഞ്ഞു, എന്നാൽ ഫലാ തസുബ്ബു അഖാകും, നിങ്ങളുടെ സഹോദരനായ ഇദ്ദേഹത്തെ നിങ്ങൾ തല്ലല്ലേ, ചീത്ത പറയല്ലേ. ഒരാളെ ഇട്ട് പച്ചനെ അടിക്കാനും തല്ലാനുമുള്ള ചവിട്ടാനുമുള്ള ആരോഗ്യം തന്ന അള്ളാനെ നിങ്ങൾ മറക്കരുത് കേട്ടോ. റബ്ബിന് സ്തുതി പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ റസൂലുള്ളാഹിയുടെ സ്വഹാബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും വലിയ തെറ്റ് ചെയ്ത അവനോട് ഞങ്ങൾക്ക് തോന്നുന്ന വെറുപ്പ് എന്താ നിങ്ങൾക്ക് തോന്നാത്തത്? നിങ്ങളൊരു സ്വഹാബിയല്ലേ, നിങ്ങൾക്ക് വെറുപ്പില്ലേ എന്ന് ചോദിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ അബ്ഗദു അമലഹു, അവന്റെ പ്രവൃത്തിയോട് എനിക്ക് വെറുപ്പാ, പക്ഷേ ഫൈദാ തറക്കഹു, ആ പ്രവൃത്തി അവൻ അങ്ങ് കളഞ്ഞാൽ ഫഹുവ അഖീ, അവൻ എന്റെ സഹോദരനാ, അവനോട് വെറുക്കാൻ പാടില്ല. തെറ്റ് ചെയ്തവനോട് പോലും സ്നേഹം തോന്നിയ മനസ്സാണ് ഏറ്റവും വലിയ സുന്നത്ത്. ശഅബാൻ മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ശഅബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിപ്രധാനപ്പെട്ട 6 അമലുകളിൽ രണ്ടാമത്തെ അമൽ റസൂലുള്ളാഹിയുടെ സുന്നത്തും സ്വലാത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സ്വലാത്തും സുന്നത്തും ജീവിതത്തോട് ചേർക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നോട് ഏറ്റവും ബന്ധമുള്ളവൻ ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഏറ്റവും ബന്ധം ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ മാസം ഹബീബിന്റെ മാസ, സ്വലാത്തിന്റെ മാസ, സുന്നത്തിന്റെ മാസ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശഅബാൻ മാസം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ അമൽ ഇഖ്റാജു സകാത്ത്. സകാത്ത് നേരത്തെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാമ്പത്തികമായ ഫിക്ർ നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി, റമദാനിൽ ഈ പൈസയുടെ കാര്യം ചിന്തിക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ സകാത്ത് കൊടുക്കാം. മാത്രമല്ല സകാത്ത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ആ പണം കിട്ടിയാൽ റമദാനിൽ നോമ്പ് തുറയും മറ്റുമൊക്കെ ഭംഗിയായി ചെയ്യാമല്ലോ. മഹാനായ ഇമാം ഇബ്നു റജബ് തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബത്ത് കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ അഖ്റജു സകാത അംവാലിഹിം, അവർ സകാത്ത് നേരത്തെ കൊടുക്കുമായിരുന്നു സ്വഹാബികൾ. തഖ്വിയത്തൻ ലിൽ ളഈഫി വൽ മിസ്കീൻ അലാ സിയാമി റമദാൻ, റമദാനിൽ നോമ്പെടുക്കുന്നവർക്ക് അതൊരു കരുത്താണ്, ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് ശഅബാനിലെ സകാത്ത് കൊടുക്കുമായിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റജബിലെ സകാത്ത് കൊടുക്കുമായിരുന്നു. സകാത്ത് കൊടുക്കാൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു എന്നും കിതാബുകളിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം സകാത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാം ശഅബാനിൽ. പിന്നെയോ നാലാമത്തെ കാര്യം ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കലാണ്. ഷഅബാനിലെ നോമ്പ് സുന്നികൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാ. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുസുന്നത്തായി നമുക്ക് പഠിപ്പിച്ചതാ. കണ്ടോളൂ ഹദീസ്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം നസായി ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് كان أحب الشهور إلى رسول الله صلى الله عليه وسلم أن يصوم شعبان وكان يصله برمضان. ഹബീബായ നബി തങ്ങൾ നോമ്പെടുക്കാൻ പ്രത്യേക ഇഷ്ടത്തോടുകൂടെ വന്ന മാസമാണ് ശഅബാൻ മാസം. അവിടുന്ന് ശഅബാൻ നോമ്പെടുക്കുമായിരുന്നു. ചില വർഷങ്ങളിൽ ശഅബാൻ പൂർണ്ണമായും, ചില വർഷങ്ങളിൽ അവിടുന്ന് ശഅബാനിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ ഹബീബായ നബി തങ്ങൾ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ പറയുകയും ചെയ്ത മാസം. എന്നിട്ടോ വകാന യസ്ലുഹു ബിറമളാൻ, ശഅബാനിന്റെ നന്മയെ റമളാനിലേക്ക് ചേർക്കും. എങ്ങനെ? ശഅബാൻ 30 നോമ്പെടുത്തു. ഇനി 31ാമത്തെ ദിവസം നോമ്പ് എന്നുള്ള 31ാമത്തെ ദിവസം റമളാന്റെ 1ാമത്തെ ദിവസം. ശഅബാനിലെ 30 ദിവസം നോമ്പ് കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം കൂടി നോമ്പാണ്. അപ്പൊ നോമ്പ് എണ്ണം പിടിച്ചൊരു 31ാമത്തെ നോമ്പാ. ശഅബാന്റെ തുടർച്ച നേരെ റമളാനിലേക്ക് അങ്ങനെ ചേരാണ്. 15 ജുസ് ഖുർആൻ ഓതി, അപ്പോഴേക്ക് റമളാനായി. ബാക്കി 15 അങ്ങനെയാണ് നേരെ റമളാനിലേക്ക്. അങ്ങനെ നന്മകളെ ശഅബാനിൽ നിന്ന് റമളാനിലേക്ക് ചേർക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്ക് സ്വർഗം വരെ നേടാവുന്ന 6 കർമ്മങ്ങളിൽ 4ാമത്തേത്
നമ്മൾ നോമ്പുകാരാവാൻ പരമാവധി ആഗ്രഹിക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പിനെ കുറിച്ച് വിശദീകരിച്ച് പിന്നീട് ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ അമല് പരസ്പരം പൊരുത്തപ്പെടിച്ച് ഹക്കിടപാടുകളൊക്കെ വീട്ടി ഒരു തൗബയുടെ മാസത്തെ വരവേൽക്കാനുള്ള മാനസികമായ ഒരുക്കം നമ്മൾ നടത്തുക എന്നുള്ളതാ. തൗബയുടെ മാസമാണല്ലോ. തൗബയുടെ മാസമായ റമളാനിനെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായി നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിച്ച് വഴക്ക് പിണക്കങ്ങളൊക്കെ മാറ്റി, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടത് വഴക്കും പിണക്കമൊക്കെ ഉള്ളോടുത്ത തിരക്കുള്ളോടുത്ത അതൊക്കെ നേരത്തെ ഒഴിവാക്കി ആ റമളാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശഅബാനിന്റെ പുണ്യം എന്നോണം, ഹബീബിന്റെ സുന്നത്ത് എന്നോണം വഴക്ക് പിണക്കങ്ങളൊക്കെ മാറ്റി ഹക്കിടപാടുകളൊക്കെ വീട്ടി തൗബയുടെ മാസമായ റമളാനിനെ വരവേൽക്കാൻ ആ ഒരു പ്രാധാന്യത്തിൽ ഒരുങ്ങുക എന്ന അമലാണ് അഞ്ചാമത്തെ അമല്. ഇനി കേട്ടോളൂ, ശഅബാൻ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ആറാമത്തെ അമല് ദവാമുത് ത്വഹാറ. പരമാവധി ശുദ്ധിയോടുകൂടെ നടക്കാൻ നോക്കാം. ആണായാലും പെണ്ണായാലും. ആണുങ്ങൾക്ക് ശഅബാൻ മാസത്തിൽ നിരന്തരം ചെയ്യാവുന്ന ഒരു സുന്നത്ത തല മറച്ചുകൊണ്ടെടുക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഏതെല്ലാം സുന്നത്തുകളുണ്ട് പരമാവധി സുന്നത്തുകൾ എടുക്കാം. നമ്മളിപ്പോ പറഞ്ഞു ശഅബാൻ മാസത്തിൽ ചെയ്യേണ്ട ആറാമത്തെ അമല് എപ്പോഴും ത്വഹാറത്ത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവാ, ശുദ്ധി. ഹബീബ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശഅബാൻ മാസത്തിൽ ശുദ്ധി പരമാവധി വുളൂ നിലനിർത്താം. പരമാവധി ജനാബത്തിന്റെ അവസ്ഥയിൽ നിന്നും വേഗം കുളിച്ച് ശുദ്ധി ആക്കി നേരത്തെ തന്നെ ഒരു ശുദ്ധിയുള്ളവനായി തന്നെ കൂടുതലും ശുദ്ധിയുടെ അവസ്ഥയിൽ വുളൂഓടുകൂടെ തന്നെ നടക്കാൻ നോക്കുക. ഇമാം ഗസാലിയുടെ മുകാശഫയിൽ ഒരു ഹദീസ് കാണാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ദഖല ശഅബാൻ ഫതഖിറൂ അൻഫുസകും. ശഅബാൻ മാസം വന്നാൽ നിങ്ങളുടെ ശരീരത്തിന് ത്വഹാറത്ത്, ശുദ്ധി നിങ്ങൾ നിലനിർത്തണേ. സയ്യിദുനാ റസൂലുള്ളാഹി വഅഹ്സിനൂ നിയതകും ഫീഹി. ശഅബാനിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഓരോ കാര്യങ്ങൾക്കും അത് ഇബാദത്താവാനുള്ള നിയ്യത്തും നിങ്ങൾ തയ്യാറാക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു പൂച്ചക്ക് ചോറ് വെച്ചു കൊടുത്തതാ, നല്ല നെയ്യത്ത് മനസ്സിൽ വെച്ചോ. മാസം ശഅബാന. ഒരു കാക്കക്ക് ഭക്ഷണം കൊടുത്തതാ, വെള്ളം കൊടുത്തതാ. കോഴിക്ക് ഗോതമ്പ് കൊടുത്തതാ, ആടിന് ഭക്ഷണം കൊടുത്തതാ, പശുവിന് പുല്ല് കൊടുത്തതാ. ധർമ്മം ചോദിച്ച് വന്നവന് ഒരു നാണയത്തൊട്ട് വെച്ച് നീട്ടിയതാ. അങ്ങനെ ഭക്ഷണം ദാനം ചെയ്തതാ. ഏതോ ആട്ടെ, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഏത് കാര്യത്തിനും നിയ്യത്ത് വെച്ചോ. മാസം ശഅബാന, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖിറു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തിന് ശുദ്ധി നിങ്ങൾ പരമാവധി നിലനിർത്താ. വഅഹ്സിനു നിയ്യതകും ഫീഹി, നല്ല നല്ല നിയ്യത്തുകൾ ഓരോ കാര്യങ്ങളിലും ചെയ്ത് അമലുകൾ സൃഷ്ടിക്കാൻ നോക്കുക. മുകാശഫയിൽ ഹദീസ് ഉണ്ട്. ഹബീബുന വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, 6 കാര്യങ്ങൾ നമ്മൾ ശഅബാൻ മാസത്തിൽ ശ്രദ്ധിച്ചാൽ 6 അമലുകളാണത്. നമുക്ക് സ്വർഗം വരെ നേടാം. ശഅബാനിലെ ഈ 6 കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വരെ നേടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1 ഖുർആൻ പാരായണം, 2 ഹബീബിന്റെ സ്വലാത്തും അവിടുത്തെ സുന്നത്തും, 3-ാമത്തേത് സക്കാത്തിന്റെ കാര്യത്തിലുള്ളതായ നമ്മളുടെ ഒരു ആലോചനാ ബോധവും അത് നേരത്തെ തന്നെ കൊടുക്കാനുള്ളതായ ഉത്തരവാദിത്വവും, 4-ാമത്തേത് ശഅബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പ്, 5-ാമത്തേത് തൗബക്ക് വേണ്ടി ഒരുങ്ങി നാം ആ ഒരു മര്യാദയോടുകൂടെ ഒരു തൗബയുടെ മാസത്തെ പ്രതീക്ഷിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഹക്കിടപാടുകളൊക്കെ വീട്ടി വഴക്ക് പിണക്കങ്ങളൊക്കെ തീർത്തിരിക്കുക. 6-ാമത്തേത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ പരമാവധി ശുദ്ധിയോടുകൂടെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നാം ജീവിക്കുക എന്നുള്ളതാണ്. ഈ 6 അമലുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശുദ്ധ ശഅബാൻ നമുക്ക് അനുകൂലമാവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.